ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ പെരുന്നാളിന് നമ്മളൊരു ആട്ടിൻ്റെ കുടൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബോട്ടി എന്നാണ് പറയുന്നത് അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ എടുത്ത് കുക്കറിലിട്ട് ഒറ്റ വിസിലിട്ട് എടുത്ത്. എന്തിനാണെന്നോ, നമുക്ക് കട്ട് ചെയ്യുമ്പോൾ വഴുവഴുപ്പ് കയ്യിൽ വരാണ്ട് വേഗം ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ടിപ്സാണ് കേട്ടോ. ഒരു ഒറ്റ വിസിലിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ സ്വന്തം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി കൂടുതലായിട്ട് എടുക്കുക. 2 സവാളയും കൂടെ അതിൽ ഒപ്പം ഫൈൻ ചോപ്പായിട്ട് അരിഞ്ഞ് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പുണ്ടാക്കാം. അരപ്പെന്ന് പറയുമ്പോഴത്തേന് നല്ലതിൽ 2 പിടി തേങ്ങ വേണം. അതായത് അരമുറി തേങ്ങയെങ്കിലും വേണം. കുറച്ച് മഞ്ഞപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ 2 പച്ചമുളക്, കുറച്ച് മുളക് പൊടി, പിന്നെ വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാന്താരി, കൊച്ചു കാന്താരി കേട്ടോ. അതിൻ്റെ ഫ്ലേവറും മണമൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് അതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ചോപ്പ് ചെയ്തെടുക്കുക. ഫൈൻ ചോപ്പല്ല. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മൾ ഉള്ളിയൊക്കെ വഴണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കും നമ്മളെ ബോട്ടി എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഈ അരപ്പൊഴിക്കുക. നമ്മൾ ഇത് ബോട്ടി വേവിച്ചപ്പോൾ കുറച്ച് പിന്നെ വെള്ളം ഇതിൻ്റെ ചാറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാറും കൂടെ ഒഴിച്ച് ഇതിനെ ഒന്ന് കറക്കിയെടുക്കുക. കറക്കിയെടുക്കുമ്പോഴത്തേനും അതിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പട്ടയും ഏലം, തക്കോലം, അതിനെല്ലാം കൂടെ ഒന്ന് പൊടിച്ച് അതിലോട്ടിട്ട് നല്ല മണമായിരിക്കും. പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മല്ലിയിലയും കൂടെ അതിൽ ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ കുടൽ തോര റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കമൻറ്റ് ഷെയറും ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കും. ഓക്കെ.